2500 രൂപ എന്നുള്ളത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു എന്നുള്ള സത്യമാണ്. മാനിഫെസ്റ്റോയിൽ പറയുന്ന സമയത്ത് അതായത് ഇപ്പം ഉള്ള ടാക്സ് 10 സെന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു വർഷം സർക്കാരിലേക്ക് അടയ്ക്കേണ്ട 20 രൂപയാണ്. അത് ഒരു വർഷം 30 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വളരെ വലിയൊരു വെല്ലുവിളിയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനൊരു വെല്ലുവിളിയുടെ ഒന്നും പ്രശ്നം അതിലില്ല. ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായ രണ്ടാം പിണറായി സർക്കാർ നേരിട്ട പ്രശ്നം നമുക്ക് ഏകദേശം ഒരു 50,000 കോടി രൂപയിലധികം ഒരു വർഷം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. കണക്കുകൾ ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്. സാധാരണ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചത് ഇനിയും ഈ 3 മാസക്കാലത്തെ ഇനിയും കുടിശ്ശിക ഉണ്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് അവരെ സാധാരണക്കാരെ സംബന്ധിച്ചത്. 3 മാസത്തെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ 100 രൂപയല്ല, 3 മാസത്തെ എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. ആ പണം കൃത്യമായിട്ട് സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഷുറൻസ് ആയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷനുമായിട്ട് പറഞ്ഞത്. ഇത് കൊടുത്തു തീർത്തിട്ടല്ലേ പിന്നെ വർധനയുടെ കാര്യം. എന്തായാലും നമ്മളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടൊന്നും ചെയ്യില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധിതമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പ് തരികയാണ്. സാധാരണ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചത് ഇനിയും ഈ 3 മാസക്കാലത്തെ ഇനിയും കുടിശ്ശിക ഉണ്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് അവരെ സാധാരണക്കാരെ സംബന്ധിച്ചത്. 3 മാസത്തെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ 100 രൂപയല്ല, 3 മാസത്തെ എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. ആ പണം കൃത്യമായിട്ട് സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഷുറൻസ് ആയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷനുമായിട്ട് പറഞ്ഞത്. ഇത് കൊടുത്തു തീർത്തിട്ടല്ലേ പിന്നെ വർധനയുടെ കാര്യം. എന്തായാലും നമ്മളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടൊന്നും ചെയ്യില്ല. പക്ഷെ അവർ കാരുണ്യയിൽ ഓൾറെഡി അംഗമാണ്. അവർക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ കിട്ടും. അവർക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടി 1600 രൂപ കിട്ടുന്ന ആള് അവർ കാരുണ്യയിൽ ഓൾറെഡി അംഗമാണ്. അവർക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ കിട്ടും. അവർക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. ലോകത്തെവിടെയും കിട്ടുമോ? ഇപ്പം ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് സാധാരണ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചത് ഇനിയും ഈ 3 മാസക്കാലത്തെ ഇനിയും കുടിശ്ശിക ഉണ്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയാണ് അവരെ സാധാരണക്കാരെ സംബന്ധിച്ചത്. 3 മാസത്തെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ 100 രൂപയല്ല, 3 മാസത്തെ എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. ആ പണം കൃത്യമായിട്ട് സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഷുറൻസ് ആയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷനുമായിട്ട് പറഞ്ഞത്. ഇത് കൊടുത്തു തീർത്തിട്ടല്ലേ പിന്നെ വർധനയുടെ കാര്യം. എന്തായാലും നമ്മളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ മറന്നുകൊണ്ടൊന്നും ചെയ്യില്ല. പക്ഷെ